ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ജാപ്പനീസ് ജനപ്രിയ ഇരുചക്ര വാഹനമായ ഹോണ്ട തങ്ങളുടെ മോട്ടോർ സൈക്കിളുകളിൽ റഡാർ സംവിധാനവും സ്റ്റീരിയോ ക്യാമറകളും കൊണ്ടുവരാനുള്ള പണിപ്പുരയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ ചോർന്ന പാറ്റന്റ് ചിത്രങ്ങൾ അനുസരിച്ച് ജാപ്പനീസ് സ്ഥാപനം 2 സ്റ്റീരിയോ ക്യാമറകൾക്കൊപ്പം റഡാർ ഉപകരണങ്ങളും കാണുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സാങ്കേതികവിദ്യ ഹോണ്ട ആഫ്രിക്ക ട്വിനിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പവർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഹെഡ്ലൈറ്റിന് തൊട്ടു താഴെയായി റബ്ബർ ഘടിപ്പിച്ചാണ് ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം വികസിപ്പിക്കാനും വിന്യസിക്കാനും അതിൻ്റെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും വിവരമുണ്ട്. ഈ ഫീച്ചർ ഈ ദിവസങ്ങളിൽ കാറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. യൂറോപ്പ്, US തുടങ്ങിയ വികസിത വിപണികളിൽ ഇത് നന്നായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ സാങ്കേതികവിദ്യ മോട്ടോർ സൈക്കിളുകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അറിയാൻ കാത്തിരിക്കേണ്ടി വരും. നിലവിൽ ഹോണ്ട ബൈക്കുകളിൽ ഈ ഫീച്ചറുകളുടെ ടൈം ലൈനെ കുറിച്ച് ഒരു വിവരവുമില്ല. എന്നാൽ ആഫ്രിക്ക ട്വിൻ, ഗോൾഡ് വിങ് തുടങ്ങിയ മോട്ടോർ സൈക്കിളുകളിൽ ബ്രാൻഡ് ചില സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോണ്ടയുടെ മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ ഹോണ്ട ആക്റ്റീവയുടെ EV വരുമെന്ന് ഈയിടെ കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. EVയുടെ മാർക്കറ്റ് ലോഞ്ച് 2025 തുടക്കത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. K4BA എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന മോഡൽ നിലവിൽ ഏതർ 450X, ഓല S1, TVS iQube എന്നിവയുടെ പുതിയ എതിരാളിയായി സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യമായ വിശദാംശങ്ങളൊന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. പെർമനന്റ് ബാറ്ററി പാക്കുള്ള ഒരു മിഡ് റേഞ്ച് സ്കൂട്ടറായിരിക്കും ഇതെന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.